കോട്ടയം ജില്ലയിലെ പാലാ ടൗണിൽ പ്രശസ്തമായ പാലാപ്പള്ളിക്ക് സമീപം മനോഹരമായ ഒരു വീട് ന്യായവിലയിൽ. വെൽക്കം ടു പ്രൈം റിയൽറ്റി കേരള ചാനൽ. ഇന്ന് നമുക്ക് പാലയിലേക്ക് ഒന്ന് പോകാം. എല്ലാരെയും പാലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാല വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. കടുവാക്കുന്നിൽ ക്രൂസ് എന്ന കഥാപാത്രത്തിലൂടെ നമ്മൾ പാലയെ വളരെ അടുത്തറിഞ്ഞു. മറ്റു പലതിലുമുണ്ട്. കേരള സമൂഹത്തിനെ സിനിമ സ്വാധീനിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് പാലാപ്പള്ളി തിരുപ്പള്ളി എന്നുള്ള പാട്ട് എല്ലാവരുടെയും ചൂണ്ടിൽ തത്തിക്കളിച്ചത്. ഈ തിരുപ്പള്ളിക്ക് സമീപമാണ് ഇത്ര മനോഹരമായ ഒരു വീട് പണിതീർത്തിരിക്കുന്നത്. പാലയെക്കുറിച്ച് പറയാൻ ഒത്തിരി വാക്കുകൾ, ഒത്തിരി സംഗതികളുണ്ട്. ഒന്ന്, സഹ്യന്റെ മലനിരകളിൽ നിന്ന് ഒലിച്ചിറങ്ങി വരുന്ന അരുവികളെല്ലാം കൂടെ കൂടിച്ചേർന്ന് വനത്തിനുള്ളിലൂടെ കടന്ന് അങ്ങനെ അലയൊലിയോട് കൂടിയിട്ട് ക്രമേണ പാല ടൗണിന്റെ ഹൃദയഭാഗത്തൂടെ മീനച്ചിലാർ എന്ന പേരിൽ ഒഴുകി വന്ന് വേമ്പനാട്ട് കായലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മീനച്ചിലാറിന്റെ ഈ പ്രത്യേകത കൊണ്ടാകണം മീനച്ചിൽ താലൂക്കാണ് ഏറ്റവും ഫലപുഷ്ടിയുള്ള ഭൂമിയുള്ള താലൂക്ക്. എന്ത് കൃഷി ചെയ്യാനും സൗകര്യം. ചെറിയ ചെറിയ മൊട്ടക്കുന്നുകളും അവയുടെ ഇടയിൽ കൂടി ഒഴുകുന്ന അരുവികളും പച്ചപ്പുമായിട്ട് സമൃദ്ധമായ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് പാല എന്ന് പറയുന്നത്. പാലായുടെ സെൻട്രൽ ടൗണിൽ നിന്ന് മീനച്ചിലാർ മറിച്ച് കടന്ന് കഷ്ടിച്ചൊരു കിലോമീറ്റർ ദൂരം ചെല്ലുമ്പോൾ 16 സെന്റ് സ്ഥലത്തിൽ 2600 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭവനമാണിത്. 2 നിലകളിലായിട്ട്. അതിൽ താഴത്തെ നിലയിൽ വളരെ മനോഹരമായ ഒരു ഹാള്, സിറ്റ് ഔട്ട്, ഒപ്പം ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം. മെല്ലെ പടി കയറി മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ ഒരു ഹാള്, ഡൈനിങ് സൗകര്യത്തോടു കൂടി ഡൈനിങ് ഹാളോടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ പാർശ്വങ്ങളിലായിട്ട് ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്ന 3 ബെഡ്റൂമുകൾ, എല്ലാം അറ്റാച്ച്ഡ്. നല്ല രസകരമായി പണിതീർത്തിരിക്കുന്ന ഒരു കിച്ചണും. മുകളിലത്തെ നിലയിലേക്ക് സാധനം ഒന്നും ചുമന്ന് കയറ്റിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം മുകളിലത്തെ നിലയിൽ നേരിട്ട് തന്നെ വണ്ടി കൊണ്ടുവന്ന് സാധനം ഇറക്കുകയും കയറ്റുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണമുണ്ട്. വഴിയുണ്ട് അങ്ങോട്ട് പ്രത്യേകമായിട്ട്. വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട. ഈ പ്രോപ്പർട്ടിയിൽ തന്നെ വെള്ളമുണ്ട്. അതുകൂടാതെ ജലനിധിയുടെ സൗകര്യങ്ങളുമുണ്ട്. എല്ലാ പണികളും തീർത്തിട്ടിരിക്കുന്ന ഈ വീട്ടിലേക്ക് ഫർണിച്ചറും പാത്രങ്ങളുമായിട്ട് എന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ താമസിക്കണമെന്നുള്ളവർക്ക്. അത്രയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മുകളിലെ കിച്ചൺ റൂഫ് സ്പേസ് ആണെങ്കിൽ വളരെ വിശാലമായ റൂഫ് സ്പേസ് മുകളിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ കഴുകി ക്ലീൻ ആക്കിയൊക്കെ ഇടാനുള്ളവർക്കൊക്കെ വളരെ സൗകര്യമാണ്. ഇത്രയും സൗകര്യത്തോടു കൂടി ഇരിക്കുന്ന ഈ കെട്ടിടം പടിഞ്ഞാറോട്ട് ദർശനത്തിലാണ്. വൈകുന്നേരങ്ങളിലെ സായാഹ്നങ്ങളിലെ സിറ്റ് ഔട്ടിലെ അല്ലെങ്കിൽ മുകളിലത്തെ ടെറസിലെ ഇറങ്ങി നിന്നാൽ പടിഞ്ഞാറേക്ക് നോക്കി നിൽക്കാൻ നല്ല രസമാണ്. ഇതിന്റെ മുൻപിൽ കൂടി കടന്നു പോകുന്നത് മൂവാറ്റുപുഴയിൽ നിന്ന് പുനലൂർക്ക് പോകുന്ന ഒരു ഹൈവേ ആണ്. വളരെ അധികം തിരക്കുള്ള മനോഹരമായ ഒരു ഹൈവേ. ഇനി സിനിമ കാണണമെങ്കിലോ അത്യന്താധുനിക തിയേറ്ററുകളുണ്ട്. ഇനി കുട്ടികളെ ഒന്ന് പാർക്കിലേക്ക് വിടണമെങ്കിൽ ചിൽഡ്രൻസ് പാർക്ക് ഈ വീടിന്റെ അടുത്ത് തന്നെയുണ്ട്. ആരാധനാ സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ പാലാപ്പള്ളി വളരെ അടുത്താണ് ഈ വീടിനോട്. പള്ളി ഭരണങ്ങാനം പള്ളിയിലേക്ക് വളരെ എളുപ്പം എത്തിച്ചേരാനായിട്ട് സാധിക്കും. പ്രശസ്തമായ കടപ്പാട്ടൂർ ക്ഷേത്രം, അതായത് ശബരിമല ഇടത്താവളം, അത് വളരെ അടുത്ത് തന്നെയാണ്. വളരെ അടുത്താണ്. അത് കൂടാതെ ബാലഗണപതി ക്ഷേത്രം തുടങ്ങിയിട്ടുള്ള കുറച്ച് ദേവീക്ഷേത്രങ്ങളൊക്കെ ഇതിനോട് ചേർന്ന് തന്നെ ഇതിനോട് വളരെ അടുത്തായിട്ട് തന്നെ ഉണ്ട്. ഇതുപോലെ തന്നെയാണ് മോസ്കുകളുടെ കാര്യവും. പാലായിലെ ആരാധനയുടെ കാര്യത്തിൽ ആരും വിഷമിക്കേണ്ട. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ഒരു ടൗണാണ് പാല. ഈ സ്വപ്ന ഭവനം സ്വന്തമാക്കാൻ ആഗ്രഹം തോന്നുന്നില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്യുക. ഇതുപോലുള്ള മനോഹരമായ വിവരങ്ങൾ വീഡിയോ സഹിതം നിങ്ങൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ. അത് മാത്രമല്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഒപ്പം തന്നെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ സാധിച്ചാൽ വളരെ നന്നായിരിക്കും.
ഇതുപോലെ നിങ്ങൾക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ പ്രോപ്പർട്ടികൾ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാൻ മടിക്കുകയേ വേണ്ട. നന്ദി, നമസ്കാരം.